ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം സുധി കുറ്റസമ്മതം നടത്തിയ നിമിഷം അതുവരെ അടക്കിപ്പിടിച്ച രവീന്ദ്രന്റെ ക്ഷമ അണപൊട്ടി. ഒരു സ്ഫോടനം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്റെ മകൻ ഇത്രയും അധപതിച്ചല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. കോപം നിയന്ത്രിക്കാനാവാതെ രവീന്ദ്രൻ സുധിയുടെ നേരെ പാഞ്ഞെടുത്തു. തല്ലിന്റെ അഗാധത്തിൽ സുധി മാത്രമല്ല കണ്ടുനിന്നവർ പോലും ആകെ നടുങ്ങിപ്പോയി. എന്നാൽ രവീന്ദ്രന്റെ കോപം സുധിയിൽ മാത്രം ഒതുങ്ങിയില്ല. സുധിയുടെ ഈ അധപതത്തിന് പ്രധാന കാരണം അവന്റെ അമ്മ ചന്ദ്രമതിയാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിതനാക്കി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചന്ദ്രമതിയും സുധിയും നാണം കെട്ട് നാറി തല കുനിച്ചു നിന്നു. പക്ഷേ അപ്പോഴും തന്റെ തെറ്റുകൾ അംഗീകരിക്കാൻ ചന്ദ്രമതി തയ്യാറായില്ല. മകൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കുന്നതിന് പകരം അവനെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനുമാണ് ചന്ദ്രമതി ശ്രമിച്ചത്. ഇത് രവീന്ദ്രനെ വീണ്ടും ചൊടിപ്പിച്ചു. നീയൊക്കെ എന്തൊരമ്മയാണ് ചന്ദ്രേ. രവീന്ദ്രന്റെ ശബ്ദം ആ വീടിന്റെ ചുവരുകളെ വിറപ്പിച്ചു. മകൻ ചെയ്യുന്ന സകല തെറ്റുകൾക്കും കൂട്ടുനിന്ന് അവനെ വീണ്ടും തെറ്റുകളിലേക്ക് തള്ളിവിടുകയാണോ നീ? അവനെ തിരുത്തുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുന്ന നീ ഒരു അമ്മയാണോ? കഷ്ടം തന്നെ നിന്റെ ജന്മം. രവീന്ദ്രന്റെ വാക്കുകൾ അമ്പുകൾ പോലെ ചന്ദ്രമതിയുടെ നെഞ്ചിൽ തറച്ചു. പിറ്റേ ദിവസം ആ വീട്ടിലെ സംഘർഷത്തിന് അയവുണ്ടായിരുന്നില്ല. രവീന്ദ്രന്റെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങിയിരുന്നില്ല എന്ന് മാത്രമല്ല, ചന്ദ്രയോടുള്ള വെറുപ്പ് വർദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കി കടുപ്പത്തിൽ പറഞ്ഞു, നിന്റെ കൂടെ ജീവിക്കാൻ തന്നെ എനിക്ക് പേടിയാകുന്നു. സ്വന്തം മകന് വേണ്ടി എന്തു ചെയ്യാൻ മഴയില്ലാത്ത ആളാണ് നീ. നാളെ അവനൊരാവശ്യം വന്നാൽ നീ എന്നെയും എന്തെങ്കിലും ചെയ്തേക്കില്ലെന്ന് ആര് കണ്ടു? എനിക്ക് നിന്നെ ഭയമാണ്. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. ഭർത്താവിന്റെ വായിൽ നിന്നും ഇങ്ങനൊരു വാക്ക് കേട്ടപ്പോൾ ചന്ദ്രമതി ആകെ തകർന്ന് വിറച്ചുപോയി. സങ്കടം സഹിക്കാനാവാതെ അവർ ചോദിച്ചു, നിങ്ങൾ എന്താ രവിയേട്ട എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പക്ഷേ രവീന്ദ്രന്റെ മറുപടി കഠിനമായിരുന്നു. ശരിയാണ്, നിന്നോട് സംസാരിക്കുന്നത് തന്നെ തെറ്റാണ്. ഇനി മേലാൽ ഞാൻ നിന്നോട് മിണ്ടില്ല. നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ ഇനി കുടിക്കില്ല. എന്റെ കൺമുന്നിൽ നിന്നും നീ ഇപ്പൊ പോ. ഇനി ഈ ജന്മത്തിൽ എന്റെ മുന്നിൽ വന്നു പോവരുത്. അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് പോവാൻ ശ്രമിച്ചപ്പോഴേക്കും ചന്ദ്രമതി ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കൈകളിൽ അങ്ങ് കടന്നു പിടിച്ചു. പക്ഷേ വെറുപ്പോടെ അദ്ദേഹം ആ കൈകളൊക്കെ തട്ടിമാറ്റി. തൊട്ടു പോകരുതെന്നെ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? എന്റെ മുന്നിൽ നിന്ന് പോവാനാണ് നിന്നോട് പറഞ്ഞത്. ചന്ദ്രമതി ആകെ പേടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചു, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് രവിയേട്ടാ? എന്റെ മകന് വേണ്ടിയിട്ടില്ല ഞാൻ ഇതെല്ലാം ചെയ്തത്. ഒരു പൂക്കാരിയുടെ മുന്നിൽ വെച്ച് എന്നെ ഇത്രത്തോളമൊക്കെ അപമാനിക്കാമായിരുന്നോ? ശരി, നിങ്ങൾ എന്നോട് മിണ്ടണം. ഞാനാണല്ലോ ഈ വീട്ടിലെ പ്രശ്നം, അത് ഞാൻ തന്നെ തീർത്തു തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ ചന്ദ്രമതി എല്ലാവരെയും നോക്കി. ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണി മുഴക്കിക്കൊണ്ട് അവർ നേരെ തന്റെ മുറിയിലേക്ക് ഓടിക്കയറി. വാതിലടച്ച് കുറ്റിയിട്ടു. മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് ചന്ദ്രമതിയുടെ ഒരു തന്ത്രമായിരുന്നു. താൻ മരിക്കാൻ പോകുന്നു എന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഭയന്ന് രവീന്ദ്രനും മക്കളും വന്ന് വാതിൽ മുട്ടുമെന്നും രവീന്ദ്രന്റെ ദേഷ്യം മാറുമെന്നും അവർ കണക്കുകൂട്ടി. അകത്തുനിന്ന് അവർ കാതോർത്തു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. പക്ഷേ രവീന്ദ്രൻ കുലുങ്ങിയില്ല. അയാൾ ഇരുന്ന ഇരിപ്പ് തന്നെ തുടർന്നു. ചന്ദ്രമതിയുടെ നാടകമാണ് ഇതെന്ന് അദ്ദേഹത്തിന് ഉറപ്പമായിരുന്നു. സമയം അങ്ങനെ കടന്നുപോയി. മുറിയിൽ നിന്നും അനക്കമൊന്നുമില്ലാതായപ്പോൾ വീടിനുള്ളിൽ മുറുമുറുക്കുകൾ ഉയർന്നു. അവസാനം ശ്രുതി അമ്മയുടെ മുറിയിലേക്ക് എത്തി. ആന്റി, വാതിൽ തുറക്കെ ആന്റി, എനിക്ക് പേടിയാവുന്നു, അവൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ ചന്ദ്രമതി വാതിലൊന്നും തുറന്നില്ല. രവീന്ദ്രൻ വന്ന് വിളിക്കാതെ താൻ പുറത്തിറങ്ങില്ലെന്ന വാശിയായിരുന്നു ചന്ദ്രമതിക്ക്. ശ്രീകാന്തും ശ്രുതിയും ശ്രുതിയൊക്കെ മാറി മാറി വിളിച്ചു. അമ്മേ, അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ, അമ്മ ഒന്ന് പുറത്തേക്ക് വാ, നമുക്ക് സംസാരിക്കാം, ശ്രീകാന്ത് പറഞ്ഞു. ഒടുവിൽ സഹിക്കെട്ട ശ്രീകാന്ത് ശ്രുതിയോട് കയർത്തു. എടാ, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. നീ നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ശ്രുതി അമ്മയെ വിളിക്കാൻ നിർബന്ധിതയായി. അമ്മേ, ഇങ്ങോട്ടേക്ക് വാ, എല്ലാത്തിനും കാരണം ഞാനല്ലേ, ഞാൻ സംസാരിക്കാം, അവൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ രവീന്ദ്രൻ മാത്രം അനങ്ങിയില്ല. അമ്മ വാതിൽ തുറക്കാത്തതിൽ രേവതിക്ക് ഭയം തോന്നി തുടങ്ങി. സച്ചേട്ടാ, അമ്മ വാതിൽ തുറക്കുന്നില്ലല്ലോ, എനിക്ക് പേടിയാവുന്നു, ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ, രേവതി ചോദിച്ചു. സച്ചി അവളെ തടഞ്ഞു. നീ എവിടെ പോകുന്നു? അവിടെ നിൽക്ക്. അവരത്രയും പേര് വിളിച്ചിട്ടും അമ്മ വാതിൽ തുറന്നില്ല. ഇനി നീ വിളിച്ച അമ്മ വാശിക്ക് അവിടെ തന്നെ ഇരിക്കും, തുറക്കില്ല. അമ്മ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഓർക്കുമ്പോഴാ രേവതി ആശങ്കപ്പെട്ടു. അമ്മ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, സച്ചി പുച്ഛത്തോടെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. അച്ഛനുമായി വഴക്കുണ്ടാക്കുമ്പോൾ അമ്മ സ്ഥിരം കാണിക്കുന്ന നമ്പറാണിത്. കുറച്ച് കഴിയുമ്പോൾ താനേ പുറത്തു വരും, നീ പേടിക്കാതെ ഇവിടെ നിൽക്ക്. ഇതേ സമയത്തിന്റെ ശ്രീകാന്തും ശ്രുതിയും രവീന്ദ്രന്റെ അടുത്തേക്ക് എത്തി അപേക്ഷിച്ചു. അങ്കിൾ, അങ്കിൾ ഒന്ന് വിളിച്ച ആന്റി തീർച്ചയായിട്ടും വാതിൽ തുറക്കും, പ്ലീസ് അങ്കിൾ ഒന്ന് വരുമോ? പക്ഷേ രവീന്ദ്രൻ മൗനം പാലിച്ചു. മക്കളുടെ നിർബന്ധം കൂടിയപ്പോൾ വർഷ ഇടയിൽ കയറി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? അമ്മ അവിടെ ഇരിക്കട്ടെ, വിശക്കുമ്പോൾ ആന്റി താനെ എങ്ങും വന്ന് തുറന്നോളും. ഇത് കേട്ട് ശ്രീകാന്തിനെ നിയന്ത്രണം വിട്ടു. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ വർഷേ? ഇതാണോ അതിന് പറയാനുള്ള സമയം? അവൻ വർഷയോട് കയർത്തു. ശ്രീകാന്ത് വീണ്ടും അച്ഛനോട് കെഞ്ചി.
ഒടുവിൽ രവീന്ദ്രൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. എല്ലാവരും കരുതി അദ്ദേഹം ചന്ദ്രമതിയെ വിളിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ അദ്ദേഹം മുറിയിലേക്ക് പോയത് കിടക്കാനായിരുന്നു. ചന്ദ്രമതിയോട് സംസാരിക്കാനോ വിളിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. അച്ഛന്റെ ഈ പെരുമാറ്റം കണ്ട് രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ, അച്ഛൻ പോയി കിടന്നു. സച്ചിയേട്ടനൊന്ന് പോയി വിളിക്ക്, ചിലപ്പോ തുറന്നാലോ. നിനക്ക് വേറെ പണിയില്ലേ രേവതി? സ്വന്തം മക്കൾ വിളിച്ചിട്ട് തുറക്കാത്ത വാതിൽ ഞാൻ വിളിച്ചിട്ട് തുറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സച്ചി ചോദിച്ചു. എന്നാൽ അച്ഛനോടെങ്കിലും ഒന്ന് സംസാരിക്ക് സച്ചിയേട്ടാ. ആ അമ്മ അകത്ത് എന്ത് ചെയ്യാണെന്ന് ആർക്കറിയാം, രേവതി നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ സച്ചിയും രേവതിയും കൂടി രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, അച്ഛനൊന്ന് പോയിട്ട് അമ്മയെ വിളിക്കച്ചാ, സച്ചി പറഞ്ഞു. രവീന്ദ്രൻ ദേഷ്യത്തോടെ മുഖമുയർത്തി. ഞാൻ എന്തിനാ വിളിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പോയി വിളിച്ചു തുറപ്പിക്ക്. അമ്മ മുറിയിൽ കയറിയിട്ട് കുറെ നേരമായി. അച്ഛൻ വിളിച്ചാലേ ഇനി തുറക്കൂ. പോയി വിളിക്കച്ച, പ്ലീസ് അച്ഛ, നമ്മുടെ അമ്മയല്ലേ, സച്ചി കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് രവീന്ദ്രൻ ദേഷ്യത്തോടെ അങ്ങ് ചാടി എഴുന്നേറ്റു. നമ്മുടെ അമ്മയോ? എന്റെ അമ്മയല്ല, നിന്റെ അമ്മയാണ്. എന്നോട് ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ട് വീണ്ടും നാണമില്ലാതെ ഞാൻ പോയിട്ട് തന്നെ അവളെ വിളിക്കണമെന്നാണോ നീ ഈ പറയുന്നത്? സച്ചി വിട്ടില്ല. അച്ഛനല്ലേ എപ്പോഴും പറയാറുള്ളത്, എപ്പോഴും സമാധാനത്തിൽ സംസാരിക്കണം, ദേഷ്യപ്പെടാൻ പാടില്ല എന്നൊക്കെ. എന്നിട്ടിപ്പോ അച്ഛൻ തന്നെ ഇങ്ങനെ ചെയ്യാമോ? രവീന്ദ്രന്റെ സ്വയം കടുത്തു. അതേടാ, ഇത്രയും കാലം സമാധാനത്തോടെ ഇരുന്നത് കൊണ്ടാണ് നിന്റെ അമ്മ ഇത്രയും വഷളായത്. അവൾക്ക് നമ്മൾ വളം വെച്ചു കൊടുക്കുകയായിരുന്നു. അവൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ നമ്മൾ ക്ഷമിച്ചു. എന്നിട്ട് അവൾ നന്നായോ? ഇല്ല, തെറ്റുകൾ കൂടിക്കൂടി വരികയാണ് ചെയ്തത്. ഇപ്പോൾ ചെയ്ത പ്രവൃത്തി ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം തുടർന്നു. കുടുംബത്തിൽ സമാധാനം വേണമെന്ന് കരുതിയിട്ടാണ് ഞാൻ പലതും കണ്ണടച്ചത്. പണ്ട് ആരും അറിയാത്ത വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെച്ചു. അത് കയ്യോടെ പിടിച്ചു. ഇപ്പതേ രേവതിയുടെ സ്വർണം മോഷ്ടിച്ചു. എന്നിട്ടിപ്പോ ആ കുറ്റം രേവതിയുടെ വീട്ടുകാരുടെയും എന്റെ അമ്മയുടെ വീട്ടുകാരുടെയും തലയിൽ അങ്ങ് കെട്ടിവെച്ചു. ഒരു കുടുംബനാഥ ചെയ്യേണ്ട പണിയാണോ ഇത്? അവൾ മാറുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇനി അവൾ മാറില്ല എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെയുള്ള അവളോട് പോയി മിണ്ടാനോ ഒന്നും നീ പറയരുത് സച്ചി. അച്ഛൻ പറയുന്നത് ശരിയാണെന്ന് സച്ചിയും സമ്മതിച്ചു. പക്ഷേ അമ്മക്ക് സുധി എന്ന് പറഞ്ഞ ജീവനാണ്. അവന് വേണ്ടിയിട്ടായിരിക്കും അമ്മ ഇതൊക്കെ ചെയ്തത്. അന്നേരം അവൻ പറഞ്ഞിട്ടാണെങ്കിൽ പോലും അത് അവൾക്ക് ചെയ്യാമോ? രവീന്ദ്രൻ ചോദിച്ചു. ഇനി ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി ഞാൻ ഈ വീട്ടിൽ ഒരു ശവത്തിന് തുല്യമാവും. എനിക്കങ്ങനെ ജീവിക്കാൻ വയ്യ. രേവതി ഇടയിൽ കയറി പറഞ്ഞു. അച്ഛൻ അമ്മയോട് ദേഷ്യമുണ്ടാവാം, മിണ്ടാതിരിക്കാം. പക്ഷേ അമ്മ ഇങ്ങനെ മുറിയിൽ അടച്ചിരിക്കുമ്പോഴല്ല ഇത് കാണിക്കേണ്ടത്. അമ്മ ആദ്യം പുറത്തു വരട്ടെ, എന്നിട്ട് സംസാരിക്കാം. സച്ചിയും അത് തന്നെ ശരിവെച്ചു. അതെ അച്ഛാ, പ്ലീസ്. എന്റെ സ്വർണ്ണ പോയതിൽ എനിക്ക് അമ്മയെ വിചാരണ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. രേവതി പറഞ്ഞു. ആരാണ് അത് എടുത്തത് എന്നറിയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുമ്പോഴാണ് എനിക്ക് സങ്കടമായത്. എന്നാലും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അച്ഛനൊന്ന് പോയി വിളിക്കച്ചാ, പ്ലീസ്. സച്ചി അച്ഛന്റെ കൈ പിടിച്ചു വലിച്ചു. വാ അച്ഛ, ദേഷ്യമൊക്കെ മാറ്റിവെച്ച് അച്ഛനൊന്ന് വിളിക്ക്. രവീന്ദ്രൻ വീണ്ടും സച്ചിയുടെ കൈയങ്ങ് തട്ടി മാറ്റി. നിന്റെ ഭാര്യയുടെ സ്വർണം മോഷ്ടിച്ച് ആ കുറ്റം അവളുടെ തലയിൽ തന്നെ കെട്ടിവെച്ചവൾക്ക് വേണ്ടിയിട്ട് നീ ഇപ്പോഴും വക്കാലത്ത് പറയാമെന്നതാണോ? അച്ഛാ, മക്കൾ ചെയ്യുന്ന തെറ്റുകൾ മാതാപിതാക്കൾ ക്ഷമിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രായമാകുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ മക്കളായ നമ്മളും ക്ഷമിക്കണം. എന്റെ അച്ഛമ്മ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്, സച്ചി വികാരഭരിതനായിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ രവീന്ദ്രൻ വഴങ്ങിയില്ല. നീ വെറുതെ ഇരിക്ക് സച്ചി. എനിക്ക് വന്ന ദേഷ്യത്തിൽ ഞാൻ അവളോട് ക്ഷമിക്കില്ല, മിണ്ടുകയുമില്ല. ഇത് ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ്. നീ ഇടപെടേണ്ട കാര്യമില്ല. രവീന്ദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. സച്ചി പിന്നാലെ ചെന്നപ്പോൾ അദ്ദേഹം തീർത്തും പറഞ്ഞു. സച്ചി, ഞാൻ ഇവിടെ ഇരിക്കണോ അതോ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണോ? നീ വീണ്ടും ഇത് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമെന്നിങ്ങനെ രവീന്ദ്രൻ പറയുന്ന സമയത്തിന് സച്ചി അതോടെ പിന്മാറി. അച്ഛൻ വഴങ്ങില്ലെന്ന് ഉറപ്പായപ്പോൾ സച്ചി അടുക്കളയിലേക്ക് നടന്നു. രേവതിയും പിന്നാലെ ചെന്നു. എന്താ സച്ചിയേട്ടാ ഇത്? അച്ഛൻ ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല, അവൾ പറഞ്ഞു. അച്ഛൻ ചെയ്യുന്നതിൽ ന്യായമുണ്ട് രേവതി, സച്ചി പറഞ്ഞു. അമ്മ തെറ്റുകൾ സംബന്ധിച്ച് മാപ്പ് ചോദിച്ചിരുന്നുവെങ്കിൽ അച്ഛൻ ക്ഷമിച്ചേനെ. ഇതിപ്പോ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയല്ലേ അമ്മ ചെയ്തത്. അതാണ് അച്ഛന് സഹിക്കാത്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും സച്ചിയേട്ടാ? ഒന്നും ചെയ്യേണ്ട. അമ്മ താനെ പുറത്തു വരും. എല്ലാവരുടെയും മുന്നിൽ കള്ളത്തരങ്ങൾ പൊളിയുമ്പോൾ നാണം കെട്ടുപോയി അതിന്റെ ജാള്യതയിൽ മുറിയിൽ കയറി ഇരിക്കുന്നതാണ്. നീ വിഷമിക്കേണ്ട. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ സച്ചിയേട്ടാ, എന്തെങ്കിലും ഒരു വഴി ആലോചിക്ക്. രേവതി വീണ്ടും നിർബന്ധിച്ചു. അച്ഛമ്മയെ വിളിച്ചു പറഞ്ഞാലോ? അച്ഛമ്മ പറഞ്ഞ അച്ഛൻ കേൾക്കും. വേണ്ട, സ്വർണത്തിന്റെ കാര്യങ്ങളൊന്നും അച്ഛമ്മ അറിയണ്ട. നീയല്ലേ പറഞ്ഞത്. ഇപ്പൊ വിളിച്ച അത് വലിയ പ്രശ്നമാവും, സച്ചി ഓർമ്മിപ്പിച്ചു. എന്നിട്ട് അവൻ ഗൂഢാലോചനയോടെ പറഞ്ഞു. ആരെ വിളിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആര് വന്നാലാണ് അമ്മ വാതിൽ തുറക്കുക എന്നും എനിക്കറിയാം. ആരാ സച്ചിയേട്ടാ, ആരാ? അതൊക്കെയുണ്ട്, നീ കണ്ടോ എന്നും പറഞ്ഞ് സച്ചി ഫോണെടുത്ത് പുറത്തേക്ക് പോയി. നേരം വെളുത്തു. രവീന്ദ്രൻ ഹാളിൽ സോഫയിൽ കിടക്കുകയായിരുന്നു. ശ്രുതിയും മറ്റുള്ളവരും എല്ലാവരും എഴുന്നേറ്റു. നേരം ഇത്രയായിട്ടും ചന്ദ്രമതി വാതിൽ തുറന്നില്ലെന്ന് കണ്ടപ്പോൾ അവർക്കെല്ലാവർക്കും ആകെ ഭയമായി. ശ്രുതി വീണ്ടും വാതിൽ മുട്ടി വിളിച്ചു. ശബ്ദം കേട്ട് രവീന്ദ്രൻ ഉണർത്തുവെങ്കിലും ഒന്നും മിണ്ടാതെയിരുന്നു. സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് വന്നു. എന്താടാ, ഇന്നലെ രാത്രി മുഴുവൻ കൂട്ടിയിട്ടും മതിയായില്ലേ?
വീണ്ടും തുടങ്ങിയോ? സച്ചി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് കേട്ട സുധിക്ക് ദേഷ്യം വന്നു. എല്ലാം നീ കാരണമാണ് സച്ചി, അവൻ അലറിക്കൊണ്ട് പറഞ്ഞു. സച്ചി വിട്ടുകൊടുക്കില്ല. ആഹാ, ഞാനിത് പ്രതീക്ഷിക്കുകയായിരുന്നു. രേവതിയുടെ സ്വർണം മോഷ്ടിച്ചു വിറ്റ് സകല തെറ്റും ചെയ്തിട്ട് ഇതിപ്പോ അതും എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ നീ നോക്കുന്നത് സുധി? പിന്നെ 1000 പവൻ സ്വർണമൊന്നും പിന്നെ 1000 പവൻ സ്വർണമൊന്നും ഇല്ലല്ലോ. വെറും കുറച്ച് സ്വർണമല്ലേ എടുത്തിട്ടുള്ളൂ, സുധി നിസാരമായി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് കലിയിളകി. 1000 പവനില്ലെങ്കിലും 1 പവനാണെങ്കിലും അത് എന്റെ അച്ഛനും അച്ചമ്മയും കൂടി ഇവളുടെ അമ്മയും കൂടി കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണമാണ്, അല്ലാതെ നിന്നെ പോലെ മോഷ്ടിച്ചു കൊണ്ടുവന്നതൊന്നുമല്ല. വാക്കേറ്റം മൂത്തു. അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊല്ലുമെന്നായി സുധി. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ നിനക്ക് സന്തോഷമാണല്ലോ എന്ന് സുധി ചോദിച്ചപ്പോൾ സച്ചിയുടെ നിയന്ത്രണം വിട്ടു. ഇരുവരും തമ്മിൽ കയ്യാങ്കളിയായി. അടിയും ഇടിയും നടന്ന് ശ്രീകാന്ത് വന്ന് കഷ്ടപ്പെട്ട് അവരെ അങ്ങ് പിടിച്ചു മാറ്റി. അകത്ത് അമ്മ എന്തായെന്ന് ഒരു വിവരവുമില്ല. അതിനിടയിലാണ് നിങ്ങളുടെ ഈ ഒരു തല്ലുപിടുത്തം എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്ത് രണ്ടുപേരെയും വഴക്ക് പറഞ്ഞു. ബഹളത്തിനിടയിലും രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. വർഷ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്ര വലിയ ഇഷ്യൂ ആക്കുന്നത്? ആന്റി താനെ വന്നോളും. ശ്രുതി വർഷയെ ശകാരിച്ചു. സച്ചിയെ കുറ്റപ്പെടുത്താൻ ശ്രുതി ശ്രമിച്ചപ്പോൾ രേവതി സച്ചിയെ പിന്തുണച്ച് സംസാരിച്ചു. സച്ചിയേട്ടൻ അമ്മയെ പുറത്തിറക്കാൻ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്യാനാ? അമ്മ അകത്തിരിക്കുന്നത് കണ്ട് സന്തോഷിക്കുകയല്ലേ ഇവൻ? ശ്രുതി പുച്ഛിച്ചു. സുധിയുടെ ചോദ്യം തീരുന്നതിനു മുൻപേ തന്നെ വീടിന്റെ ഉമ്മറത്ത് ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. അതിൽ നിന്നും ഭാമയാന്റി ധൃതിയിൽ ഇറങ്ങി വന്നു. മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമമുണ്ടായിരുന്നു. ഓടി വന്ന ഭാമ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. രവിയേട്ടാ, അവർ കിതച്ചുകൊണ്ട് വിളിച്ചു. രവീന്ദ്രൻ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്താ ഭാമേ രാവിലെ തന്നെ ഇവിടെ? ഭാമ പറഞ്ഞു, സച്ചി എന്നെ വിളിച്ചിരുന്നു. ചന്ദ്ര ദേഷ്യത്തിൽ തന്നെ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുകയാണെന്നും വാതിൽ തുറക്കില്ലെന്നും പറഞ്ഞു. എനിക്ക് പേടിയായിട്ടാ ഞാൻ ഓടിങ്ങോട്ടേക്ക് വന്നത്. ഇത് കേട്ടപ്പോൾ എല്ലാവരും സച്ചിയെ നോക്കി. സച്ചി ആരെയാണ് വിളിച്ചതെന്ന് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. അമ്മയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ ആള് ബാമാൻഡിയാണെന്ന് സച്ചിക്ക് അറിയാമായിരുന്നു. സച്ചിയുടെ ബുദ്ധി സാമർഥ്യത്തിന് മുന്നിൽ എല്ലാവരും അമ്പരന്ന് പോയി. ബാമാൻഡി വന്ന സ്ഥിതിക്ക് ചന്ദ്രമതിൽ വാതിൽ തുറക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അങ്ങനെ ബാമാൻഡി വന്നിട്ട് വാതിൽ കൊട്ടി വിളിക്കുന്ന സമയത്തും ചന്ദ്രമതിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്കും എല്ലാവരും പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. ബാമാൻഡി പറയുന്നുണ്ട്, ചന്ദ്രേ നീ വാതിൽ തുറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് പലതും പറയേണ്ടി വരുമെന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി ആകെ പേടിച്ചു. പെട്ടെന്ന് തന്നെ ബാമാൻഡിക്ക് കുറച്ച് മാത്രമായിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചന്ദ്രമതി. അതോടുകൂടെ തന്നെ ബാമാൻഡി ഉള്ളിലേക്ക് അങ്ങ് വലിച്ചിടും. വാതിലങ്ങ് കുറ്റിയിട്ടതിന് ശേഷം ബാമാൻഡി കുറേ അധികം ചന്ദ്രമതിയെ വഴക്ക് പറയുന്നുണ്ട്. ചന്ദ്രമതി വീണ്ടും രേവതിയെ തന്നെയായിരിക്കും കുറ്റക്കാരിയാക്കി സംസാരിക്കുന്നത്. ഇത് കേട്ട് ശരിക്കും ബാമാൻഡിക്ക് ദേഷ്യം വന്നു. ചന്ദ്രമതിയുടെ ഭാഗത്തല്ല ന്യായം, വീട്ടുകാരുടെ ഭാഗത്ത്, അതായത് സച്ചിയുടെ രേവതിയുടെയും അടുത്ത് തന്നെയാണ് ന്യായം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചന്ദ്രമതിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുക എന്നായിരുന്നു ബാമാൻഡിയുടെ ലക്ഷ്യം. അങ്ങനെ ചന്ദ്രമതിയോട് സംസാരിച്ചതിന് ശേഷം ബാമാൻഡി അവിടെ നിന്നും പോവാണെന്ന് പറയും. അപ്പോഴേക്കും ചന്ദ്രമതി പയ്യെ വാതിൽ തുറന്നു കൊടുക്കും. അപ്പോൾ എന്നാ ശരി ഞാൻ പോവട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാമാൻഡി ചന്ദ്രമതിയുടെ കൈ പിടിച്ചിട്ട് ഒരൊറ്റ വലിയായിരിക്കും പുറത്തേക്ക്. അതോടുകൂടി തന്നെ ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങും. എല്ലാവർക്കും ആശ്വാസമായി. ചന്ദ്രമതിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആശ്വാസമായി. എങ്കിൽ പോലും രവീന്ദ്രൻ വീണ്ടും ആ ഒരു കടുത്ത തീരുമാനത്തിൽ തന്നെയായിരിക്കും. ഈ സമയത്ത് തന്നെ തന്റെ വാശി കാണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി പുച്ഛത്തോടു കൂടി വീണ്ടും ചന്ദ്രമതിയെ കളിയാക്കി സംസാരിക്കുന്നത് കേട്ടിട്ട് ഒന്ന് ചുമ്മാതിരിക്ക് സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് രേവതി തടയുന്നുണ്ട്. രവീന്ദ്രൻ ഈ സമയത്തും കടുത്ത തീരുമാനത്തിലായിരിക്കും. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എന്റെ ഭാര്യയായിട്ട് നീ ഒരിക്കലും ഇവിടെ തുടരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ ചന്ദ്രമതിയെ അവിടെ നിന്നും ആട്ടിയിറക്കാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആയിട്ടൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.